സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല. സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, നിന്റെ സകല വികാരങ്ങളെ, വിചാരങ്ങളെ, വേദനകളെ അറിയുന്ന ദൈവം, അവൻ നിന്റെ കൂടെയുണ്ട്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കാക്കി ലക്ഷ്യത്തിലേക്ക് ഓടാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കുന്ന എല്ലാറ്റിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുക. ചെറിയ ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, ഒന്ന് നൂന്ന് നിൽക്കാൻ പോലുള്ള സൗകര്യം ഇല്ലാത്തൊരിടത്ത് നിന്നുകൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. അപ്പോൾ ആ സന്തോഷം സുഖ സൗകര്യങ്ങളുടെ ഒരു സന്തോഷമല്ല. ആ സന്തോഷം ഭൗതിക തലത്തിൽ ഉണ്ടായ എന്തോ വിടുതലുകളുടെ സന്തോഷമല്ല. ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സെക്യൂർനെസ് ആണത്. ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്ത ഉണ്ടാകണം. ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ്, ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതയാണ്. എൻ്റെ നാളുകളെ അറിയുന്ന ദൈവം, എൻ്റെ അടുത്ത മണിക്കൂറുകളെ അറിയുന്ന ദൈവം എന്നെ ചതിക്കുന്ന ദൈവമല്ല, എന്നെ കൈവിടുന്ന ദൈവമല്ല, എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം അത്ഭുതമാക്കി തീർക്കാൻ കഴിയുന്നവനാണ്. ഇസ്രായേൽ ജനം ജയിച്ചത് തങ്ങളുടെ ഭുജം കൊണ്ടല്ല, തങ്ങളുടെ വാള് കൊണ്ടല്ല, തങ്ങളുടെ കഴിവ് കൊണ്ടുമല്ല. ദൈവത്തിന്റെ മുഖപ്രകാശവും ദൈവത്തിന്റെ പ്രീതിയും ആ ജനതയുടെ മേളിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായ നിലയിൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹ സമ്പൂർണ്ണമാണ്. അത് വ്യക്തിപരമായ കഴിവോ മിടുക്കോ പ്രാർത്ഥനയോ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. അത് ദൈവത്തിന്റെ ഫേവർ എപ്പോഴും ഫേവർ തന്നെയാണ്. ദൈവത്തിന്റെ പ്രീതി എപ്പോഴും പ്രീതി തന്നെയാണ്. ദൈവത്തിന്റെ കരുണ എപ്പോഴും കരുണ തന്നെയാണ്. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി അത് തീർന്നു പോകുന്നതല്ല. ഇറ്റ്സ് ഫേവർ ഫോർ എവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് ഫേവർ ഫോർ എവർ. അതെല്ലാ കാലമുള്ളതാണ്. അത് അബ്രഹാം അനുഭവിച്ച ഒരു സത്യമാണ്. അത് ജോസഫ് അനുഭവിച്ച ഒരു സത്യമാണ്. അത് എസ്തേർ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അത് ദാനിയേൽ അനുഭവിച്ച, മോശ അനുഭവിച്ച ഒരു സത്യം തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വേദപുസ്തക ചരിത്രത്തിൽ ഹൈലി ഫേവേർഡ് എന്ന് വിളിക്കപ്പെട്ട മറിയം അനുഭവിച്ച ഒരു സത്യമാണ്. ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാറ്റിനേക്കാൾ വലുത് യേശു ആയിരിക്കട്ടെ, ദൈവമായിരിക്കട്ടെ, ദൈവ സാന്നിധ്യമായിരിക്കട്ടെ. നിങ്ങൾക്ക് ജയം ഉണ്ടാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, അവൻ നിങ്ങളെ തനിച്ചാക്കില്ല. യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ പിതാവ് എന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല, നിങ്ങളെയും അവൻ ഏകനായി വിടത്തില്ല. ഞാൻ ആരോടോ സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ തനിച്ചല്ല. സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, നിന്റെ സകല വികാരങ്ങളെ, വിചാരങ്ങളെ, വേദനകളെ അറിയുന്ന ദൈവം, അവൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കൽ മോശ ഈ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുതേ. മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, ഞാൻ നിന്നെ തനിച്ചു വിടില്ല. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ജയാളിയാകുന്ന ദൈവം, ഈ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളറിയാതെ നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷെ അവൻ നിങ്ങളുടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ അവനുണ്ട്. അവനെ തിരിച്ചറിയുവാൻ, അനുഭവിക്കുവാൻ വിശ്വാസ കണ്ണുകൾ തുറക്കട്ടെ. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും
കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ വിക്ടറി, ഒരു വലിയ ജയം ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അവരുടെ ആത്മീയ ജീവിതത്തിന്റെ മേളിൽ, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മേളിൽ, അവരുടെ ഭൗതിക വിഷയങ്ങളുടെ മേളിൽ, അവരുടെ ആരോഗ്യ മേഖലയിൽ, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തിരം ഞങ്ങൾക്ക് ജയം നൽകുന്ന പിതാവേ, ഒരു വലിയ ജയം നിന്റെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭായോഗം വാച്ച് ചെയ്ത, ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളുടെ മേലും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ, ഹീലിംഗുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. In Jesus' name.